അപ്പം ഇന്ന് ഡേറ്റ് നോക്കുവാണെങ്കിൽ 27 മാർച്ച് 2 എക്സ്പയറിക്ക് വേണ്ടിയുള്ള നിഫ്റ്റിയുടെ വീക്ക്ലി ഓപ്ഷൻസ് സെല് ചെയ്യാണ്. അപ്പം ഇന്നൊരു മൺഡേ ആണ്, മൺഡേ ടു തേഴ്സ്ഡേ എന്നുള്ള ഡേറ്റാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്യാണ്. അപ്പം ഇന്ന് നോക്കുമ്പം ഒരു ഫുള്ള് ബെയറിഷാണ്. അപ്പം നമുക്ക് ഈ റേഞ്ച് കൈവിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് എന്താ പറയുക, അതിനകത്ത് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഇത് ലാസ്റ്റ് വീക്കിൽ ചെയ്ത ട്രേഡായിരുന്നു. അപ്പം ഇന്ന് നോക്കുവാണെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാമെന്ന് പറയുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ചെറിയ സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നം, അങ്ങനത്തെ കുറച്ച് പ്രശ്നം. സോ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കോൾ സൈഡ് എൻ്റർ ചെയ്യാം. കോൾ സൈഡ് നോക്കുമ്പം സെൻസിബിൾ വന്ന ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ റിഫ്രഷ് ചെയ്താൽ കാണാൻ പറ്റും. റിഫ്രഷ് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീക്ക്ലി 1% അപ്പോൾ ഓക്കെ. അപ്പം നമ്മളൊരു വർഷം വെച്ച് നോക്കുവാണെങ്കിൽ അതെന്താ പറയുക, ഒരു വർഷത്തേക്ക് അതൊരു മോർ ദാൻ 50% അബവ് ഒക്കെ വരും. ഈ ഒരു വീക്ക്ലി 1% അബവ് വെച്ച് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുക, കൺസിസ്റ്റൻസിയാണ് മെയിൻ. പിന്നെ ലോസും കട്ട് ചെയ്യുക, നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളും ലോസ് ലിമിറ്റ് ചെയ്യുക. അപ്പം നോക്കുമ്പം ബെയറിഷ് ട്രെൻഡാണ് മൊത്തത്തിലുള്ളത്. അപ്പം പുട്ട് സൈഡിൽ ഒരു എൻട്രി എടുക്കുന്നില്ല. കോൾ സൈഡ് നോക്കുവാണെങ്കിൽ അതൊരു മാസീവായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ. 17,700 എന്നുള്ള റേഞ്ച്, 17,700.1 ഡെൽറ്റ. ഇതെന്തിനാണ് ഡെൽറ്റ നോക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്നത് 1% അല്ലേ. അപ്പം ഈ ഒരു 0.9 ഡെൽറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു നിഫ്റ്റിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഒരു പോയിൻ്റ് കയറുമ്പം 0.09 പ്രൈസ് പോയിൻ്റ് ഇവിടെ കൂടും. ഓക്കെ, അതാണ് ഈ ഒരു ഡെൽറ്റ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് നമുക്കൊരു ലിമിറ്റ് കണ്ടെത്താൻ പറ്റും, നമുക്കൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് 0.1 ഡെൽറ്റ സെല് ചെയ്യുന്നത് കേട്ടോ. 0.1 ഡെൽറ്റ 17,700 റേഞ്ചിൽ, 0.1 ഡെൽറ്റ 17,700. ഓക്കെ, 17,700 ഒരു 6 ലോട്ട് സെല് ചെയ്യാം. 6 ലോട്ട് സെല് ചെയ്യുന്നു. അതിൻ്റെ 150 പോയിൻ്റ് അബവ്. ഇപ്പോൾ 150 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 850 പോയിൻ്റ് അബവ് ഒരു 6 ലോട്ട് ബൈ ചെയ്ത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഇൻ കേസ് നമുക്ക് എഗെയിൻസ്റ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ ലോസ് ക്യാപ്പാവും. ഓക്കെ, അപ്പം ഈ ഡസിൻ മീൻ അത് വെച്ചിട്ട് നമ്മളെന്താ പറയുക, നമ്മുടെ ലോസ് ഫുള്ളായിട്ട് ഇത്രയും ലോസിലെത്തിക്കും എന്നാണ് കേട്ടോ. അല്ല, നമുക്ക് ഒരു 1% സെയിം സംതിങ് ലോസ് നമ്മൾ കോൾ സൈഡ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുള്ള വഴിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് സേവ് ചെയ്ത് വെച്ചു. ഇതുണ്ടോ 1% ക്യാപിറ്റൽ എത്രയാണ് വന്ന് 1,45,000. ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതൊരു ബെയറിഷ് വീക്കാണ്. മൊത്തത്തിൽ നിഫ്റ്റി ഒരു 5-6 ദിവസമായിട്ട് ഫുൾ ക്ലോസ് ചെയ്യുന്ന റെഡ് സോണിലാണ്. അതായത് ഓപ്പണിങ്ങിനേക്കാളും കുറവിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് തന്നെ. നിഫ്റ്റി നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഡേ ക്യാൻഡിൽ വെച്ച് നോക്കുവാണെങ്കിൽ കഴിഞ്ഞൊരു 5-6 ദിവസമായിട്ട് ഫുൾ റെഡ് ആയിരുന്നുണ്ടോ. പിന്നെ വീണ്ടും റെഡ്, നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ചിനേക്കാളും താഴെയാണ് വീണ്ടും ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് പുട്ട് സൈഡ് നമുക്ക് നല്ലൊരു റേഞ്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ സെല് ചെയ്യാം. അതായത് ഇപ്പം ഒരു 200, 300, 100 എത്തുവാണെങ്കിൽ നമുക്ക് പുട്ട് സൈഡിന് സെല് ചെയ്യാം. അപ്പം ആ ഒരു റേഞ്ച് നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടും, ബ്രോഡ് റേഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, ഇന്ന് ഡേറ്റ് 20 മൺഡേ. അപ്പോൾ ഇനി നോക്കാം. ഓക്കെ, ഇനി പുട്ട് സൈഡിൽ ഒരു എൻട്രി കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അതൊരു ഒരു ഹറാമി പാറ്റേൺ ആണ് ഇവിടെ. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയി പിന്നെ വീണ്ടും താഴെ തന്നെ വരും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്തായാലും. അപ്പം ഇന്ന് ഡേ 2 ആണ്, ഡേ 2 ട്യൂസ്ഡേ. അപ്പം നമ്മൾ ഇന്നലെ മൺഡേ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു. അതായത് നമ്മൾ മൺഡേ ചെയ്തത് കോൾ ഓപ്ഷൻ സെല് ചെയ്തു, പുട്ട് ഓപ്ഷൻ സെല് ചെയ്തില്ല. പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ
മൊത്തത്തിലൊരു ബെയറിഷ് ഡേ ആയിരുന്നു. അതായത് ഇപ്പോൾ നമ്മളൊരു 17,100 ഒക്കെ എടുത്തൊരു പോയിന്റിൽ നമ്മൾ 17,100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് വേണമെങ്കിൽ എന്ന് വെച്ചാൽ നേരെ ഇന്നലത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒറ്റയടിക്ക് താഴോട്ട് വരാം എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വാച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി. ഇന്നലെ ഒരു മൊത്തത്തിലൊരു സൈഡ് വേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത സ്ട്രൈക്ക് എന്ന് പറയുകയാണെങ്കിൽ 17,700 17,700 കോൾ ഓപ്ഷൻ സെല് ചെയ്തു. അപ്പം അതിൻ്റെ ഇതാണ് ഇവിടെ കാണുന്നത്, 17,700. ഇനി നമ്മൾ നോക്കുന്നത് ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യാണ്. പുട്ട് ഓപ്ഷൻ നോക്കുമ്പം മൊത്തത്തിലൊരു ബെയറിഷ് ഡേ ആണ്. റിലയൻസ് നോക്കുവാണെങ്കിൽ ഹെവി വെയിറ്റ് ഒക്കെ ഡൗൺ ആണ്. അതുപോലെ നിഫ്റ്റി ബാങ്ക് നോക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവ് കാണുന്നുണ്ട്. നിഫ്റ്റി ബാങ്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഹെവി വെയിറ്റ്സ് എല്ലാം ഡൗൺ ആണ്. HDFC, ICICI, SBI അത്യാവശ്യം കുറച്ച് പോയിന്റ് ഡൗൺ ആണ്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു കൺസോളിഡേഷൻ ആവാനാണ് സാധ്യത എന്ന്. പിന്നെ അദാനി സ്റ്റോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ള് ഡൗൺ. ഇപ്പോൾ ഭയങ്കര വോളട്ടൈലാണ്. നേരത്തെ 9% ഡൗൺ ആയിരുന്ന സ്റ്റോക്കായിരുന്നു, ഇപ്പം 1% അപ്പായിട്ട് ഭയങ്കര വോളട്ടൈലാണ്. പതിവ് പോലെ LIC അത് വെറുതെ വാച്ച് ചെയ്തിട്ട് കേട്ടോ, അദാനി എങ്ങനെയുണ്ട് എന്നൊക്കെ. അദാനി പാപ്പരായോ എന്നൊക്കെ നോക്കുകയാണ്. അതൊക്കെ പാപ്പരാവില്ല, എന്നാലും ബാങ്ക്രപ്റ്റ് ആവാൻ സാധ്യതയും കാണുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, നമുക്ക് നോക്കാം. നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അത് റീലോഡ് ചെയ്തിട്ട് നോക്കാം. റീലോഡ് ചെയ്യുന്നു. ഓപ്ഷൻ ചെയിൻ ഇത് താഴേക്ക് മുകളിലേക്ക് തന്നെ ഇങ്ങനെ കളിക്കുകയാണ്. ഒരു സൈഡ് വേസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം വലിയ ഫാൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു എൻട്രി എടുക്കാം എന്തായാലും. അപ്പോൾ ഡെൽറ്റ നോക്കുന്നു. ഡെൽറ്റ 0.1 ഉള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നു. അപ്പം ഡെൽറ്റ 17,100 17,100ൻ്റെ 6 ക്വാണ്ടിറ്റി സെല്ല്. ഏത് എക്സ്പയറി മാറി. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അതായത് എക്സ്പയറി ഏതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റുവാണെങ്കിൽ വലിയ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കുക. അതാ 23/2 എക്സ്പയറി, മാർച്ച് 23 17,100ൻ്റെ PE സെല്ല് ചെയ്തു. 17,100ൻ്റെ അതിൻ്റെ 150 അബോവിലുള്ള ഒരു ബൈയും ചെയ്യുന്നു. 950 ബൈയും ചെയ്തു, സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ഒന്നിങ്ങോട്ടോ അനങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ഇപ്പം നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 1.35%, പ്രോബബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ 81%. അതായത് 81% നമ്മൾ പ്രോഫിറ്റിലാവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അതായത് പ്രോബബിലിറ്റി 81% ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈമും നമുക്ക് ലൈക്ക് നമ്മൾ ഒരു ഈ സീതയെ പോകാതിരിക്കാൻ വേണ്ടി അർജുനൻ വരച്ച വരയില്ലേ, അതുപോലെ ഏതാണ്ട് ഒരു 90, 70, 80% നമുക്ക് നമ്മുടെ റേഞ്ചിനുള്ളിലേ മാർക്കറ്റ് നിൽക്കുകയുള്ളൂ. പിന്നെയുള്ള ഒരു 20%, ഈ ഒരു 20% നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മളതിൽ എങ്ങനെ മാറ്റം വരുത്തണം, ഹൗ ടു അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, മാക്സിമം നമ്മുടെ ലോസ് 1%ൻ്റെ മേലെയും കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ നമ്മുടെ വിന്നിങ് പെർസെൻറ്റേജ് ഒക്കെ 1% മേലെ ആയിരിക്കണം. അപ്പോൾ ഇനി എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, തേഴ്സ്ഡേ ആണ്. സോ നമ്മൾ എടുത്ത ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് തേഴ്സ്ഡേ 2 മാർച്ച്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് അതായത് ഒരു അയൺ കൗണ്ടറിൻ്റെ വീക്ക്ലി ഓപ്ഷൻ സെല്ലിങ് സംഭവമാണ്. അപ്പം ലാസ്റ്റ് ഡേ നമുക്കുണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു
നമ്മൾ കോൾ സൈഡ്, അതായത് നമ്മൾ ആദ്യം വെച്ചിരുന്ന റേഞ്ച് 17,700 ആയിരുന്നു. 17,700ഉം 850, അതായത് ഏതാണ്ട് ഈ ഒരു പോയിന്റിലൊക്കെ എത്തിയേരും. അപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ട്, അതായത് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് താഴോട്ട് ഇറങ്ങി വന്നേരം ആ പ്രൈസ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 17,600ഉം സെല്ല് ചെയ്തു. അതിൻ്റെ 150 പോയിൻ്റ് എബോവ് ഉള്ള ഒരു 750 സെല്ല് ചെയ്തു. അതായത് ഞാൻ സെല്ല് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുകയാണെങ്കിൽ, ഈ 17,700ൻ്റെ പ്രൈസ് 3/1 കുറഞ്ഞ നേരം. അതായത് ദിസ് ഈസ് 17,700, ഇതിൻ്റെ എൻട്രി പ്രൈസ് 10 രൂപയ്ക്കായിരുന്നു വാങ്ങിയത്. അതായത് ഒരു ലോട്ട് വാങ്ങിക്കുമ്പോൾ ഞാൻ എടുത്തത് 6 ലോട്ടാണ്. അപ്പോൾ അത് ഇൻറ്റു 300, അതായത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 50 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 3/1 1/3 ഞാനത് എക്സിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1/3 എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്യൂസ്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ട്യൂസ്ഡേ ഒക്കെ ആയാലും മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫുള്ള് വീണുകൊണ്ടിരിക്കുക. അതായത് ഭയങ്കര വയലൻറ്റ് ക്രാഷ് ആയിരുന്നു. അതായത് 9 കൺസിക്യൂട്ടീവ് ഡേയ്സ് ആയിട്ട് ഇങ്ങനെ തന്നെ പെട്ടെന്ന് താഴോട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക, പുട്ട് സൈഡിനെ താഴെ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ താഴെ സെല്ല് ചെയ്തതിനെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾ സൈഡ് ഇറക്കി വെച്ചത്. ഓക്കെ, താഴോട്ട് ഇറക്കി വെച്ചത്. അപ്പം പിന്നെ ഇന്നലെ വെനസ്ഡേ ഒരു മാറ്റമില്ലായിരുന്നു. വെനസ്ഡേ നമ്മുടെ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു. 17,700ഉം 17,100ഉം ആയിരുന്നു റേഞ്ച്. കേട്ടോ, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. 17, പിന്നെ അത് ഇറക്കി 600 ആക്കി. ഇപ്പം നോക്കുവാണെങ്കിൽ ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെയുണ്ട്. 17,600ഉം 17,100 എന്നുള്ള റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൽ ഇനിയിപ്പം വേണമെങ്കിൽ പ്രോഫിറ്റ് കൂട്ടാം. പക്ഷേ നമുക്ക് വിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിക്സ് വളരെ കുറവാണ്. 13.1 സംതിങ് 13. അപ്പോൾ ഇന്ത്യ വിക്സ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയംസൊക്കെ വളരെ കുറവാണ്. അതായത് പ്രീമിയംസൊക്കെ ഇപ്പം 17,100ന് പകരം ഒരു 17,200 സെല്ല് ചെയ്യുകയാണെങ്കിലും എനിക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറയുകയാണെങ്കിൽ 17,100ന് പകരം 200 സെല്ല് ചെയ്യുകയാണെങ്കിൽ എക്സ്പയറി 2 മാർച്ച്, ഓപ്ഷൻ ചെയ്യും. ഓപ്ഷൻ ചെയ്യും. ഓക്കെ, കിട്ടുന്ന പ്രീമിയം വളരെ കുറവായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. ഇപ്പം 17,100 ആണല്ലോ ഞാൻ സെല് ചെയ്തത്. അപ്പം 17,100ൻ്റെ 1.2 ആണ് ഇപ്പം നിലവിൽ പ്രൈസ്. 17,200 ഞാൻ സെല് ചെയ്യുകയാണെങ്കിലും എനിക്ക് കിട്ടുന്ന മാർജിൻ എന്ന് പറയുകയാണെങ്കിൽ 1.5 റുപ്പീസ് സംതിങ് ആണ്. അപ്പം അത്രയും ചെറിയൊരു മാർജിന് ഞാൻ അത്രയും ഒരു റിസ്ക് എടുക്കുന്നില്ല. അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു റേഞ്ചിൽ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്യുക എന്തായാലും. ഈ ഒരു റേഞ്ച് ഇത് ഓപ്സ്ട്രയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ട്രാറ്റജിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ട്രേഡ്. എന്തായാലും ഇത് കുറച്ച് ഞാൻ നിന്ന് നോക്കിയിട്ട് ഞാനതങ്ങ് ഇറങ്ങി എക്സിറ്റ് ചെയ്യും എന്തായാലും. അപ്പം ഇന്നത്തെ ഈ ഒരു വീക്ക് ഇങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക. ലൈക്ക് സ്ലോ ആൻഡ് കൺസിസ്റ്റൻറ്റ്. അതായത് ലൈക്ക് ഒറ്റയടിക്ക് നോബഡി ക്യാൻ മേക്ക് 100 crores അല്ലെങ്കിൽ ഒരു കോടി 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം 20 ലക്ഷം ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. ആമ ഇവിടുന്ന് സ്റ്റോറി നിങ്ങൾ കേട്ടില്ലേ, ആമയും മയിലും. സെയിം ആമയും മയിലും ഓടുകയാണ്, നമ്മൾ ആമയാണ് ഇതിനകത്ത്. നമ്മൾ 1% വീക്കിലി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ്. 1% വീക്കിലി. അപ്പം ഇന്ന് ഇത് ഈ ഒരു ട്രേഡിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയാണ്. ദ ഓൺലി തിങ് ദാറ്റ് ഐ എം മിസ്സിങ് ഈസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കിട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കണം എന്നല്ല കേട്ടോ. നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കുക, സ്ട്രാറ്റജി ഒക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ബേസിക്സ് അറിയാം, എന്നിട്ട് പറ്റുക. സോ ദാറ്റ്സ് ഓൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ആൻഡ് watch further videos too. So yeah, thank you.